ഇന്ന് രാവിലെ തന്നെ കാണുന്നത് പോലീസുകാരനെ പഞ്ഞി കിട്ടതാണ്. സിമ്പിളായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ കഴിയോ ഇത്രയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഒരു പോലീസുകാരനെ ഈ കോളത്തിൽ പൊട്ടിക്കാൻ? സംഭവം എനിക്ക് അതിൻ്റെ മുന്നേ കിട്ടിയിട്ടുണ്ടാകും, അതിൻ്റെ ഇയറിങ് കാരണം ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു പബ്ലിക്കിൽ പോയിട്ട് ഇത്രയും ആൾക്കാർ കൂട്ടി വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് എന്നെ കൊണ്ട് കഴിയില്ല. അതിൻ്റെ പിന്നിൽ നല്ലൊരു ശക്തിയുണ്ട്. ഈ സമയം വരെ ആയിട്ട് അവർക്കെതിരെ കേസ് എടുത്തിട്ടില്ല, പോലീസുകാർക്കെതിരെ കേസ് എടുത്തു എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സംഭവം പോലീസുകാർക്ക് നല്ല കിട്ടേണ്ടതാണ്. ചില ആൾക്കാർക്ക് ചിലർക്ക് കിട്ടും, പോലീസുകാർ ഇഷ്ടംപോലെ നല്ലതുണ്ട്, ചില ആൾക്കാർക്ക് നല്ല കിട്ടേണ്ടതാണ്. അപ്പം എങ്ങനെ ആയാലും ഒരു പോലീസുകാരൻ ആ കോളത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പിറകിൽ എടുക്കുന്ന സംഘടന, അവരെ സംരക്ഷിക്കുന്ന സംഘടന, ആ സംഘടനൻ്റെ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിയമപരമായിട്ട് പോകാൻ കണ്ടം കിട്ടിക്കൊണ്ട് അതിനെതിരെ വീഡിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാനും ഇതാക്കാനും ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. ഇതേ സംഘടന ശക്തിയും വെച്ചുകൊണ്ട് അവർക്കെതിരെ പ്രവർത്തിക്കാനും ഇഷ്ടംപോലെ അവസരം. അല്ലാതെ നിയമം പബ്ലിക്കായിട്ട് ഒരു പോലീസുകാരനെ ആ കോലത്തിൽ തല്ലുമ്പോൾ നാളെ എല്ലാ പോലീസുകാരെയും ഇതുപോലെ ചെയ്യാന്നുള്ളൊരു ധൈര്യം ഒരു വ്യക്തിക്ക്, ഏതൊരു വ്യക്തിക്കും വരും. അപ്പോൾ പോലീസുകാർ നമ്മളെ സംരക്ഷണത്തിലുള്ള ആൾക്കാരാണ്, അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഇന്ന് വേറെ ഒന്നും പാടി കേട്ടു പോലീസുകാരനെ അടുത്തും കുത്തുന്നത്. ഇങ്ങനെ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ നാളെ പോലീസുകാർക്കൊരു വില ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് വിടുക. സംഭവം ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് പോലീസുകാരന് കിട്ടുന്നത്, ഞാനടക്കം കിട്ടുന്നത് ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ നമ്മളിതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവരെ പിന്തുണക്കുന്നത് ആര്? നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം ഇവരെ ഇനിയിപ്പോൾ ഇത് ജാമ്യത്തിൽ ഇറക്കാനും ഇവരതിക്കെതിരെ കേസ് ഇതൊക്കെ വരാതിരിക്കാനും ഇവരെ പിന്തുണക്കുന്ന നല്ലൊരു ശക്തി വരെ പിന്നിലുണ്ട്. ആ ശക്തി നമ്മൾ പേടിക്കണം. ഓക്കെ, അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.